നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ശ്രീഹരിയും പല്ലവിയും ഋതുവിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഋതുവും രാജമ്മയും കൂടെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടു. ആ സമയത്ത് ശ്രീഹരിയോട് പല്ലവി പറഞ്ഞു, ശ്രീഹരി ആ സൈഡ് ഒതുക്കി നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവര് നോക്കി നിൽക്കുന്ന സമയത്ത് രാജമ്മ ഋതുവിന്റെ കൈയും പിടിച്ചോണ്ട് ഒരു ക്ലിനിക്കിലേക്ക് അങ്ങോട്ട് കയറി പോകുന്ന കണ്ടു. ഈ സമയത്ത് വല്ലാത്ത സംശയമായി പല്ലവിക്ക്. പല്ലവി ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി ഇത് അപകടമാണല്ലോ ആ പോക്ക്, കണ്ടോ എന്തോ അവള് പ്ലാൻ ചെയ്ത് പോകുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ സ്ത്രീ ആരാ എന്താണെന്നൊന്നും അറിയത്തില്ല, ഇതിനു മുമ്പ് അവരെ നമ്മൾ കണ്ടിട്ടുമില്ലോ എന്ന് പറഞ്ഞു. ശ്രീഹരി പറഞ്ഞു, അതെ പല്ലവി ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവളുടെ ജീവൻ അപകടത്തില, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളുടെ പിന്നാലെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, ഇവരുടെ പിന്നാലെ തന്നെ അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂട്ടായിരുന്നു രാജമ്മ. കാരണം തനിക്ക് കുറച്ച് പൈസ കിട്ടാനായിട്ട് പോവാ. ഇവിടെ കൊണ്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് തന്റെ കാര്യത്തിന് തീരുമാനമായി. പിന്നെ ഇവിടെ അവരെന്തു വെള്ളം ചെയ്തോട്ടെ എന്നൊരു ചിന്താഗതിയായിരുന്നു രാജമ്മയ്ക്ക്. ഈ സമയത്ത് ശ്രീഹരിയും പല്ലവിയും കൂടെ പിന്നാലെ ചെല്ലുവാണ്. അങ്ങനെ കുറച്ചടുത്തെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഋതു പെട്ടെന്ന് തിരിഞ്ഞു നോക്കുവാണ്. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോ പല്ലവിയെ ശ്രീഹരിയും കൂടെ കണ്ടു. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ ഋതു ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. ഇവരെങ്ങനെ ഇവിടെ? ഋതുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഋതു അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കണ്ടപ്പോ രാജമ്മ വെച്ചു, എന്താ മോളെ ഇതെന്ത് പറ്റി, നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണേ? വാന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ ചേച്ചി. അപ്പോഴാണ് രാജമ്മ തിരിഞ്ഞു നോക്കുന്നത്. പല്ലവിയെ ശ്രീഹരിയും കണ്ടു. അവരാരാ? മോൾക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോന്ന് ചോദിച്ചു. അതെ എനിക്ക് അറിയാവുന്നതാന്ന് പറഞ്ഞു. എങ്കിലിനി ഇവിടെ നിൽക്കണ്ട, വാ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞു. അതും പറഞ്ഞ് രാജമ്മ കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിച്ച് ഋതുവിന്റെ കയ്യെ പിടിച്ചു വലിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം വരുന്നു. ആ സമയം പല്ലവി ഋതുവെന്നും വിളിച്ച് പിന്നാലെ എല്ലുവാണ്. അതേപോലെ തന്നെ ശ്രീഹരിയും കൂടെ. അവർക്ക് മനസ്സിലായി എന്തോ വലിയൊരു അപകടത്തിലേക്കാണ് ആ സ്ത്രീ ഋതുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന്. വിട്ടുകൊടുക്കോ പല്ലവി ശ്രീഹരിയും കൂടെ. അവര് പിന്നാലെ ഇന്ന് ഋതുവിന് അധികം സ്പീഡിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇന്ന് ഋതുവിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു പല്ലവി. നീ ഇത് എങ്ങോട്ടാ? ഞങ്ങളെ കണ്ടപ്പോ നീ എന്തിനാ ഓടിയെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ നിങ്ങളെ കണ്ടില്ലായിരുന്നു പറഞ്ഞു. വെറുതെ കള്ളത്തരം പറയരുത്. ആ സമയം രാജമ്മ വെച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാ ഈ കുട്ടിയെ ഫോളോ ചെയ്ത് വന്നേന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി ഋതുവിനോട് പറഞ്ഞു, എന്താ ഋതു നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ ഞാന് സത്യം പറ, അതാ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഉണ്ടല്ലോ. അപ്പോഴേക്കും രാജൻ പറഞ്ഞു, വാ മോളെ, ഇവര് പറയുന്നതിനൊന്നും മറുപടി ഒന്നും കൊടുക്കണ്ട, മോൾ ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞിട്ട് കയ്യിലേക്ക് പിടിക്കുകയാണ്. ആ സമയത്ത് പല്ലവിക്ക് നല്ല ദേഷ്യം. പല്ലവി പറഞ്ഞു, നിങ്ങൾ ആരാ എന്താ? ഞാൻ ഇവളുടെ ആരാ എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദിച്ചു. ഇവളുടെ ഹാങ്ങളയുടെ ഭാര്യ ഞാന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാജമ്മ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. എന്ത് കാണിക്കാൻ പോവായിരുന്നു നിങ്ങൾ ഇവളെ കൊണ്ട്? എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നല്ല കാര്യത്തിനല്ലെന്ന്. നിങ്ങള് ഇവളോട് എന്തൊക്കെയോ പറഞ്ഞ് ഇവളെ വശത്താക്കി കൂട്ടിക്കൊണ്ട് പോവായിരുന്നു. സത്യം പറ, സത്യം പറയാതാ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കൂന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ രാജമ്മ പേടിച്ചു പോയി. രാജമ്മ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ മോളെ പോലീസിനെ ഒന്നും വിളിക്കുകയും ചെയ്യരുത്. ശ്രീഹരി പറഞ്ഞു, വിളിക്കൂന്ന് പറഞ്ഞാൽ വിളിക്കും, ഞങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു. ഋതു പറഞ്ഞു, എന്താ പല്ലവി ഇത്? എന്തിനാ വെറുതെ പോലീസിനെ വിളിക്കുകയെന്നൊക്കെ പറയുന്നേ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അന്നെങ്കിൽ സത്യം എന്താന്ന് വെച്ചാൽ പറയട്ടെ. ഈ സ്ത്രീയെ കണ്ട അത്ര പന്തിയായിട്ട് തോന്നില്ല, കാര്യം എന്താ വെച്ചാൽ പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും രാജു പറഞ്ഞു, അത് പിന്നെ മോളെ ഈ കൊച്ചിന് ആരും ഇല്ലാന്ന് പറഞ്ഞു. ഇതിന്റെ ഭർത്താവ് മരിച്ചു പോയതെന്നൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ വയറ്റി വളർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നും പറഞ്ഞോണ്ട് അബോർട്ട് ചെയ്യണമെന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പൊ ഇവിടുത്തെ ഡോക്ടർ സമ്മതിക്കുകയും ചെയ്തു. ഇത് കേട്ടോ പല്ലി പറഞ്ഞു, അബോർട്ട് ചെയ്യാനോ? നീക്കെന്താ ഒട്ടും അറിയത്തില്ലേ? ഈ സമയത്ത് അബോർഷനൊക്കെ അനുവദനീയമുള്ള അല്ലെന്നുള്ള കാര്യം അറിയാലോ. അത് ഋതുവിന്റെ ജീവനും കൂടെ അപകടത്തിലല്ലേ? ഏത് ഡോക്ടർ അങ്ങനെ പറഞ്ഞു? അവരെ ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. ആ സമയം രാജൻ പറഞ്ഞു, അത് പിന്നെ ഈ കൊച്ചു നിർബന്ധിച്ചുകൊണ്ട് മാത്ര. ഓ നിർബന്ധിച്ചാൽ നിങ്ങൾ എന്തും ചെയ്യല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിനെ വിളിച്ചിട്ടുള്ളൂ. അയ്യോ കുഞ്ഞെ, ദൈവത്തെ ഓർത്ത് പോലീസിനെ വിളിക്കില്ല. ഈ മോള് വന്ന് കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ ഭർത്താവില്ല മരിച്ചു പോയതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങക്ക് ഏറെ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ബന്ധുക്കാരൊന്നും ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോ പല്ലവി ചോദിച്ചു, സത്യമാണോ ഋതു നീ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ പല്ലവി ഞാന് പറഞ്ഞു തീരുവല്ല. പല്ലവി ഒരെണ്ണം അവളുടെ കർണത്തിട്ട് ഇട്ടു കൊടുത്തു. പറഞ്ഞു, നീ ഇത്രയ്ക്ക് ദുഷ്ടയായി പോയില്ലോടി, നിനക്ക് എങ്ങനെ തോന്നി ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരാനായിട്ട്? നിന്നോട് എത്ര വട്ടം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ, നീ ഇതെന്ത് ഭാവിച്ചാന്നൊക്കെ ചോദിച്ചു. ആ ഡോക്ടർ എന്താണ് ഞാനൊന്ന് കാണട്ടെ. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, പല്ലവി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്.
ആ ഡോക്ടറോട് തെറ്റും ചെയ്തിട്ടില്ല. ഞാനാണ് ആ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. എന്നാലും ആ ഡോക്ടറെ അതൊന്ന് കാണണമല്ലോ. ഈ സമയത്ത് അബോർഷൻ ചെയ്യാൻ പാടില്ലെന്ന് ആ ഡോക്ടർക്ക് അറിയാവുന്നതല്ലേ. അമ്മയ്ക്കും കുഞ്ഞിനും ആപത്തുണ്ടാവുന്നു. അതായത് ശ്രീഹരി പറഞ്ഞു, ഇനിയിപ്പോൾ പോട്ടെ പല്ലവി ചേച്ചി, ഋതുവിന്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞു. ഈ സമയം പല്ലവി പറഞ്ഞു, ഇപ്പം നിങ്ങളെ പോലീസ് സ്റ്റേഷൻ കയറ്റണ്ടെന്ന് പറഞ്ഞ് രാജമ്മയോട് ദേഷ്യപ്പെടുകയാണ്. പിന്നീട് ഋതുവിനോട് പറഞ്ഞു, വാന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് ഋതുവിനെ കൊണ്ട് പോരുവാണ്. ഋതുവിനാണെങ്കിൽ ആകെപ്പാടെ സങ്കടവും ദേഷ്യമായിരുന്നു. രാജമ്മയ്ക്കാണെങ്കിലോ പണം മൊത്തം നഷ്ടപ്പെട്ടല്ലോ എന്നൊരു ചിന്ത. 3-4 ചിട്ടിയൊക്കെ അടയ്ക്കായിരുന്നു. ഇവളെ കൊണ്ട് കൊടുത്തു കഴിയുമായിരുന്നെങ്കിൽ. അപ്പൊ അത് നടന്നില്ലോ എന്നൊരു ടെൻഷനായിപ്പോയി രാജമ്മയ്ക്ക്. ഇനിയിപ്പം ഒന്നും നടക്കത്തില്ലല്ലോ. കൃത്യസമയത്ത് തന്നെ അവര് വന്നു. അതൊക്കെ ഓർത്ത് രാജമ്മ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് ലക്ഷ്മി അമ്മയും കൊണ്ട് സേതു പോവാണ്. അപ്പൊ പോകുന്ന സമയത്ത് ലക്ഷ്മി അമ്മ ചോദിച്ചു, ഇത് എങ്ങോട്ടാ പോകുന്നേ? ആ സമയത്ത് സേതു പറഞ്ഞു, അതെ, തൽക്കാലത്തേക്ക് ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമാണ്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നിന്നോട് ചെയ്തത്. അതങ്ങനെ ആയിപ്പോയി. എൻ്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. ആ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ നിന്നെ അന്നങ്ങനെയൊക്കെ ദ്രോഹിച്ചത്. ശരിയാ, ഇപ്പൊ നീ കാണിക്കുന്നത് ശരിയായിട്ടൊരു കാര്യമാണ്. ഒരിക്കലും നിന്റെ കാരണത്തിൽ കഴിയേണ്ടവളല്ല ഞാൻ. അത്ര വലിയ മഹാഭാവം ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, എന്നെ ഈ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഇറക്കി വിട്ടാൽ മതി, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുച്ച്, നിങ്ങൾ എങ്ങോട്ട് പോകാനാ? ഞാൻ എങ്ങോട്ടാണെങ്കിലും പോയിക്കോളാം, നീ പോയിക്കോ, എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ നിന്നോട് ചെയ്ത ദ്രോഹത്തിന് നീ എന്നെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നെ ഒരിടത്തും കൊണ്ടേ വരേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, അങ്ങനെ വഴിയിൽ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചോദ്യങ്ങളും പറച്ചിലും ഒക്കെ ആവും. അതുകൊണ്ട് വഴിയിൽ ഇറക്കി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് സേതു നേരെ ചെല്ലുന്ന മേലെടുത്ത് വീട്ടിലേക്കാണ്. മേലെടുത്ത് വീട്ടിൽ നിന്ന് ബോർഡ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആകെപ്പാടെ ഞെട്ടിപ്പോയി ലക്ഷ്മി. ഇതെന്തിനെ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിച്ചു. ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവിടേക്ക് ഇറങ്ങി. ഈ സമയം സെക്യൂരിറ്റിക്കാരൻ ഗേറ്റ് തുറന്നു കൊടുത്തു. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ആ സമയം ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി. ഇവൻ എന്തിനാ തന്നെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാൽ അങ്ങോട്ട് ഇറങ്ങി വന്നു. ലക്ഷ്മിയെ സേതുവിനെ നോക്കി വന്ന്. ആ സമയത്ത് മയൂരിയൊക്കെ ഇറങ്ങിയിരുന്നുണ്ട്. മയൂരി ശൈലജയൊക്കെ ഇറങ്ങി വന്നു. ആ സമയം വേണുഗോപാൽ ചോദിച്ചു, എന്താ സേതു, ഇവരെ കൊണ്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം സേതു പറഞ്ഞു, അതെ, ഇവരെ കൊണ്ട് വരണ്ട വന്നു. കാര്യം എന്താന്ന് വെച്ചാ നിങ്ങളുടെ ഭാര്യയല്ലേ ഇവര്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേണുഗോപാൽ പറഞ്ഞു, ഭാര്യയോ? എനിക്കിങ്ങനെ ഒരു ഭാര്യ ഇല്ലാന്ന് പറഞ്ഞു. ഭാര്യ ഇല്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ മകളുടെ അമ്മയാണ് ഈ നിൽക്കുന്നത്. പൊന്നുമടത്തി വന്ന് താമസിക്കേണ്ട ഗതികളൊന്നും ഇവർക്കില്ല. ഇവരിവിടെയാണ് കഴിയേണ്ടത്. പൊന്നുമടത്തിലെ മാധവമേനന്റെ ഭാര്യയാണ് പൂർണിമ. മാധവമേനന് ഒരു ഭാര്യ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ, പൂർണിമയായിരുന്നു. മാധവമേനൻ മരിക്കുന്ന സമയത്ത് അവരുടെ ഭാര്യ പൂർണിമയായിരുന്നു. അപ്പൊ അവരാണ് ആ വീട്ടിൽ കഴിയേണ്ടത്, അല്ലാതെ ഇവരല്ല. ഇവര് കഴിയേണ്ടത് മേലെടുത്ത വീട്ടിലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേണുഗോപാൽ പറഞ്ഞു, മേലെടുത്ത വീട്ടില് ഇവരിവിടുന്ന് ഞാൻ ഇറക്കി വിട്ടാലേ എന്നൊക്കെ ചോദിക്കണം. സമ്മതിച്ചു, പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മകളുടെ അമ്മയല്ലേ ഇവരെ അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ? കുറെ കാലം നിങ്ങളുടെ ഭാര്യയായിട്ട് കഴിഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് ശൈലജ പറഞ്ഞു, വേണുവേട്ട, ലക്ഷ്മിയേച്ചി അകത്തേക്ക് വിളിക്കുക, ലക്ഷ്മിയേച്ചി ഇവിടുന്ന് എങ്ങോട്ട് പോവാനെന്നൊക്കെ പറയണം. ഈ സമയത്ത് സേതു പറഞ്ഞു, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇവര് നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടത്. ഞാനാണ് അതിന്റെ പിന്നിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഞാനല്ല എന്നുള്ള ആ തെറ്റിദ്ധാരണയൊക്കെ മാറിക്കിട്ടി. പക്ഷേ എങ്കില് ഇനി എന്താണെങ്കിലും ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വരേണ്ട കാര്യമൊന്നുമില്ല, ഇവരിവിടെ തന്നെയാ കഴിയേണ്ടതെന്നൊക്കെ പറഞ്ഞു. ആ സമയം മയൂരി പറഞ്ഞു, പപ്പ അമ്മേനെ വിളിക്കാനൊക്കെ പറയണം. വേണുഗോപാലിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്ക് സേതു പറഞ്ഞു, അറിയാലോ, മയൂരിയുടെ വിവാഹം നടക്കണമെങ്കിൽ, ശ്രീകാന്തുമായിട്ടുള്ള വിവാഹം നടക്കണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് ചെയ്തതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എങ്കിൽ മാത്രമേ വിവാഹം നടക്കുള്ളൂ. മയൂരിക്കൊരു ജീവിതം വേണ്ടേ? ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ട് സാറേ എന്നൊക്കെ ചോദിക്കുകയാണ് വേണുഗോപാലിനോട്. വേണുഗോപാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതിങ്ങനെ ഇരിക്കുകയാണ്. ലക്ഷ്മി അമ്മയ്ക്കാണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ എങ്ങനെയും പോയാൽ മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറുമെന്ന് വിചാരിച്ചല്ല. സേതു തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ ഇതിനാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാനിവിടുന്ന് പോയേക്കുവാന്ന് പറഞ്ഞ് തിരികെ അങ്ങ് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും സേതു കയ്യേലേക്ക് അങ്ങോട്ട് പിടിച്ചു. എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ നിൽക്കുക, അങ്ങനെ നടുവോടി പോയി കഴിയേണ്ടവളല്ല. കാരണം വേണുഗോപാലിന്റെ ഭാര്യയാണെങ്കിൽ ഇവിടെ തന്നെ കഴിയേണ്ട. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാൽ പറഞ്ഞു, അതിന് നിയമപരമായിട്ട് ഇവരുടെ ഭാര്യയൊന്നും അല്ലല്ലോ. അല്ലായിരിക്കും, പക്ഷേങ്കില് നിങ്ങളുടെ മകളുടെ അമ്മയല്ലേ, അപ്പൊ പിന്നെ ഇവിടെ കഴിയാനായിട്ടാണ് ഇവരെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. ഇനി നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്തോ, പക്ഷെ നാളെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്കൊന്നും വന്നേക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേണുഗോപാൽ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയില്ലേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ.
വേണുഗോപാലിന്റെ മനസ്സിൽ ഇഷ്ടമൊക്കെ ഉണ്ട് ലക്ഷ്മിയമ്മയോട്. പക്ഷെ ആ ഒരു ദേഷ്യത്തിന് പുറത്തൊന്ന് ഇറക്കി വിട്ടതുമാണ്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ കാണുന്നത് അവരുടെ രണ്ടുപേരുടെയും വിവാഹം സേതു നടത്തി കൊടുക്കാനായിട്ട് പോകുന്നതാണ്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.